ഞാൻ ചോദിച്ചത് വിശ്വാസം. അതായത് കോമൺ ആയിട്ട് മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസികൾ എല്ലാ മതക്കാരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് വിശ്വാസം. അവർ വിശ്വസിക്കുന്ന വിശ്വാസം സത്യമാണെന്നുള്ള ഒരു ബോധം. അത് എ ശരിയായ ബോധം, ബി തെറ്റായ ബോധം. അതിൽ നിങ്ങൾ ഏതാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ ഞാനത് ശരിയായ ബോധമായിട്ടാണ് വിശ്വസിക്കുന്നത്. ബാക്കി മറ്റു മതങ്ങളെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വിശ്വാസം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കേവലം നിങ്ങൾ അത് ഇന്നതൊരു പക്ഷെ സാധ്യമാകും എന്നുള്ളൊരു വിശ്വാസമായി തുടരുമ്പോൾ, ഞങ്ങൾ അനുഭവത്തിലൂടെയാണ് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരത്തിലൂടെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനിയാണ്. ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ക്രിസ്ത്യാനിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവത്തിൽ വന്ന ചേഞ്ച്. താങ്കൾ മതവിശ്വാസിയായി തുടരുന്നത് താങ്കളുടെ അപ്പനും അമ്മയും മതവിശ്വാസിയായതുകൊണ്ടാണ്. കത്തോലിക്ക സഹോദരങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. അവരുടെ അപ്പനും അമ്മയും കത്തോലിക്കരായതുകൊണ്ട് അവർ കത്തോലിക്കരായി തുടരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതലാണ് ഞങ്ങൾ ക്രിസ്ത്യാനിയായത്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് മറ്റിതര വിശ്വാസം തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം, അതായത് പരീക്ഷിച്ച് തിരിച്ചറിഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിശ്വാസം. അതായത് ഞങ്ങളുടെ വിശ്വാസത്തെ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ റാഷണൽ ഫെയ്ത്ത് എന്ന് പറയും, അതായത് യുക്തിപരമായ വിശ്വാസം. അതുകൊണ്ട് ഇതാ ഞങ്ങളുടെ വിശ്വാസം സംബന്ധിച്ചുള്ളൊരു എക്സ്പ്ലനേഷനും കൂടെ. അമിതേട്ടൻ പറഞ്ഞോളൂ, ഇനി എന്തെങ്കിലും പറയാനാണെങ്കിൽ. ഓക്കെ, അത് നിൽക്കട്ടെ. ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഒരഭിപ്രായമില്ല. അപ്പോ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ഇസ്മായില് എന്താണ് പറയുന്നത്? ഇസ്മായിലിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇസ്മായിൽ മറുപടി ഇല്ലാതെ പോയത്. ഇനി ഇസ്മായിലിനെ പിടിച്ച് ഇതിന്റെ അകത്ത് ഇനി ഇടരുത്. ഹമീദിന് എന്തെങ്കിലും പറയാണെങ്കിൽ ഇനി ഹമീദിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ ഹമീദ് ഇതേ ചോദ്യം തന്നെ ഹമീദ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. ഹമീദിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഏതോ ഹമീദ് ഇങ്ങോട്ട് ചോദിച്ച അതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. ഹമീദ് അതിന്റെ അഭിപ്രായം. ഞാൻ നിങ്ങൾ പറഞ്ഞ ഉത്തരമല്ല പറയാൻ, ഞാൻ ബി ആണ്. തെറ്റായ ബോധമാണെന്നേ ഞാൻ പറയുള്ളൂ. വിശ്വാസം തെറ്റാണെന്നുള്ളതാണ് ഹമീദിന്റെ വാദം, ശരിയല്ലേ? വിശ്വാസം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസം സത്യമാണെന്ന ബോധം, അത് തെറ്റായ ബോധമാണെന്നാണ് ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു ബോധമല്ല, വിശ്വാസമല്ല. ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണല്ലോ. ഒന്ന് ഞാൻ പറയുന്നത് അത് ഹമീദിന്റെ തെറ്റായ ബോധമല്ലേ? എന്റെ തെറ്റായ ബോധം അങ്ങനെ എന്തെങ്കിലും വായി തോന്നിയത് പറയല്ലേ അജീഷെ, അതൊന്ന് ചിന്തിച്ചു പറയൂ. ഇപ്പൊ നിങ്ങൾ ഹമീദ് പറഞ്ഞത് ബി ആണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് തെറ്റായ ബോധം. ഹമീദ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് റെക്കോർഡ്. ഹമീദ് പറയുന്നത് ഒരു വിശ്വാസം എന്ന് പറയുന്നത് തെറ്റായ ബോധമാണ്. അതിപ്പോ ഞാൻ ചോദിച്ചു ഹമീദ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അജീഷ ഞാൻ ചോദിച്ചത് എന്താണ്? വിശ്വാസം സത്യമാണെന്ന ബോധം തെറ്റായ ബോധമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിയായ ബോധമാണെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? വിശ്വാസം അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സത്യമാണെന്ന ബോധം അത് എല്ലാ മതവിശ്വാസികൾക്കും ഉള്ള ഒരു ബോധമാണ്. അവർ വിശ്വസിക്കുന്നത് സത്യമാണെന്ന്. ആ ബോധം ശരിയായ ബോധം, ബി തെറ്റായ ബോധം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എ സ്വീകരിച്ചു, ഞാൻ ബി സ്വീകരിച്ചു. ആ ബി സ്വീകരിച്ചത് വെച്ചുകൊണ്ടാണ് ഞാൻ ഹമീദിനോട് ചോദിക്കുന്നത്. ഹമീദ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തെറ്റായ ഒരു വിശ്വാസമാണോ അതോ ശരിയായ ഒരു വിശ്വാസമാണോ? ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയായ വിശ്വാസമല്ല, ശരിയായ അത് സത്യമല്ലേ? അതാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ല പ്രിൻസ് നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് സത്യമായത് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നല്ലേ പ്രിൻസ് പറഞ്ഞത്. താങ്കൾ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ റൂട്ടിലൂടെ താങ്കൾ പോകുന്നത്. താങ്കൾ ബി തെരഞ്ഞെടുത്തെങ്കിലും ഇത് നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹമീദ് ഒന്നുകൂടെ ശരിക്കും ഒന്നുകൂടെ ഈ ചോദ്യം ശരിയാണോ ഒന്നുകൂടെ എഴുതി വെച്ച് ഒന്നുകൂടെ നോക്കിയേ. അല്ല ശരിയല്ല, വേറെ ആരെങ്കിലും ഉണ്ടോ ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ല, ഇത് കേട്ടിട്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കുന്നു ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. ഞാൻ ബി തെരഞ്ഞെടുക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞു.
അമിത, ഞാൻ പറയുന്ന ഈ ചോദ്യം ഉണ്ടല്ലോ, ഒരു വെള്ള പേപ്പറിലൊന്ന് എഴുതിയിട്ട് ഒന്നുകൂടെ ഒന്ന് ശരിക്കും എനിക്ക് രണ്ടു അതിന്റെ മൂന്ന് പ്രാവശ്യം ആവശ്യമില്ല ഒന്ന് നോക്കിയിട്ട് അജീഷ്. വേറെ എനിക്ക് ഹമീദേട്ടാ നിങ്ങൾക്ക് മറ്റൊരു ഇതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അതായത് നിങ്ങളുടെ ചോദ്യത്തിന് രണ്ട് ഓപ്ഷനും മറുപടി ഞാൻ തന്നു. അതായത് ഒന്നാമത്തത് ഞങ്ങളുടെ ബോധ്യം, രണ്ട് നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നുള്ളതിന് ഞാൻ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. അതായത് ഞങ്ങളുടെ ഫെയ്ത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ എയും ബിയും ഫുൾഫിൽ ചെയ്യുന്ന ആൻസറാണ് ഞാൻ പറഞ്ഞത്. ഇനി ചേട്ടന് ക്വസ്റ്റ്യൻ അങ്ങ് വിട്. ചേട്ടന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റോ എക്സ്പ്ലനേഷനോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഈ ഓക്കെ. തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ഞാൻ പറയാം. വിശ്വാസം എന്നാൽ എന്താണ്? തെളിവില്ലാത്തതും തെളിയിക്കാൻ കഴിയാത്തതും. സത്യം എന്നാൽ എന്താണ്? തെളിവ് തെളിയിക്കാൻ കഴിയുന്നതും. ഈ രണ്ട് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? ചേട്ടൻ വല്ല തലവേദന എടുക്കുന്നു. വേറെ എന്തെങ്കിലും പറയാണ്ട് ചേട്ടൻ ജഗ പറയും. ജഗ 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 അതാണ് ജഗ പറയുന്നത്. ഇവനെന്താ ഈ പറയണേ? കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ശരിയായ ഒരു ബോധത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഹമീദെ, കഴിയില്ല. നിനക്ക് ബോധം രാവിലെ ഇല്ലപ്പോ, പണിയുണ്ട്. അതാണ് രാവിലെ പ്രശ്നം. പണി അടിസ്ഥാന ഞാൻ വിട്ടു. പ്രമാണങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാന് വായിൽ തോന്നിയത് പറയാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഞാനൊരു അത് കാര്യം ശരിയായ ബോധത്തിലേക്ക് നിങ്ങൾക്ക് ഞാനൊരു കടക്കാൻ കാര്യം കഴിയില്ല പറയട്ടെ. അല്ല ഈ ഞാനൊരു കാര്യം കാലഘട്ടത്തിൽ. പറഞ്ഞോട്ടെ. കൂട്ടിച്ചിട്ട് കത്തിച്ചതാണോ അതോ സിംഗിളായിട്ട് കത്തിച്ചതാണോ? അല്ല ഞാൻ അതിനെ വേറെ രീതി പറയണം. കുറച്ചും കൂടെ ഒന്ന് കത്തിച്ച് മണപ്പിച്ചിട്ട് ഒന്ന് പറഞ്ഞേ, ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ഹമീദിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹമീദെ, ആ പ്രാന്ത് മൂക്കുമ്പോ മാത്രമാണോ ഗുളിക കഴിക്കാറുള്ളൂ? എബി, അത് ആ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ ഇതേപോലെ ഇതിലും വലിയ മണ്ടത്തര താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള താങ്കൾ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ എന്നിട്ട് എയും ബിയും എടുത്തോണ്ട് വന്നേക്കുന്നു. വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ. വിശ്വാസത്തിന്റെ എന്താണ് ഡെഫിനിഷൻ ഞാൻ വിശ്വാസം എന്നാൽ എന്താണ് താങ്കൾ ഇനി പറഞ്ഞു? വിശ്വാസം എന്നാൽ എന്താ ചോദിച്ചാൽ ഭൗതികമായി അനുഭവിക്കാൻ കഴിയാത്തതും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിൽ സങ്കല്പിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വിശ്വാസം സങ്കല്പമല്ല, അതാണ് നിങ്ങൾക്ക് വിഷയം കിടക്കുന്നത്. നിങ്ങൾ സങ്കല്പത്തെ വിശ്വസിക്കുന്നു, ഞങ്ങൾ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുന്നു. യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യവുമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നതിനെയാണ് യാഥാർത്ഥ്യം എന്ന് ഈ കാലഘട്ടത്തിൽ പറയുന്നത്. നാളെ അമീദ് പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്തതാണ്. അമീദ് ഇന്ന് കിടന്നുറങ്ങി നാളെ ഉറക്കമണിക്ക് വന്ന് ശാസ്ത്രീയമായിട്ടൊന്ന് തെളിയിച്ചേ. ഞാൻ കിടന്ന് ഉറങ്ങി എണീക്കുന്നത് എന്തൊരു സിമ്പിൾ അല്ലേ ടോണി? നാളെ ഉറക്കം എണീക്കും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഇപ്പൊ തെളിയിക്കണം. നാളെ എണീക്കുമെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുമോ? എണീച്ചു കഴിഞ്ഞാൽ അതിന് തെളിവുണ്ടാവുമല്ലോ. വീഡിയോ എടുത്താൽ വീഡിയോ ഉണ്ടാവും, അവരുമായിട്ട് സംവദിക്കുകയാണെങ്കിൽ സംസാരം ഉണ്ടാവും, മറ്റുള്ളവർക്ക് കാഴ്ചയും ഉണ്ടാവും. അത് എണീച്ചു കഴിഞ്ഞാൽ മരിച്ചു തോന്നും. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ബേസ് ഉള്ള എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ബേസ് വേണം. എടുക്കുന്നുണ്ടെന്ന് താങ്കൾ രാവിലെ ഉറക്കം എണീക്കുന്നു താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. വീഡിയോ എടുത്ത് വെക്കുന്ന കാര്യമൊക്കെ എക്സ്പ്ലനേഷൻ പറഞ്ഞല്ലോ. ഈ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ടോണി പ്രതി ചോദിച്ചാൽ അത് ഒരാള് മരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ അവിടെ കാണാം. ഇപ്പൊ ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ലൈവാണെന്ന് നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവാണ്, അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു മിനിറ്റ്. ഈ ശബ്ദത്തിന്റെ റെസ്പോൺസ് ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു സംഭവം ആയിക്കോട്ടെ. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും കഴിയും. ഉള്ളതുകൊണ്ട് അതും ആവാൻ സാധ്യത. എന്നാൽ അപ്പൊ രണ്ട് ശരിയുണ്ടോ? അപ്പൊ വിശ്വാസം അപ്പൊ അവിടെ പൊളിഞ്ഞില്ലേ? ഈ AI ഒക്കെ ഉള്ള സമയത്ത് പുള്ളിക്കാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ശാസ്ത്രവും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശാസ്ത്രത്തിലൂടെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലല്ല, സോറി, എന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല സാറേ. എന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല. എന്റെ ചോദ്യം, ഇപ്പോൾ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ഈ ഹമീദ് എന്ന് പറയുന്ന ഐഡിയയിൽ ഇരിക്കുന്നത് ഒരു ബോട്ടും അതിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായി രൂപകൽപ്പന നൽകപ്പെട്ടിട്ടുള്ള ഒരു AI ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ താങ്കൾ എങ്ങനെ റെഫ്യൂട്ട് ചെയ്യും? അതിന് ലൈവല്ലേ AI ഇപ്പോൾ ഇത്രയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ നിലയിൽ തന്നെ അതിന് മറുപടി പറയാൻ കഴിയും. അപ്പോൾ ഇത് AI ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ താങ്കൾ എങ്ങനെ റെഫ്യൂട്ട് ചെയ്യും? താങ്കളുടെ വിശ്വാസം അവിടെ പൊളിഞ്ഞില്ലേ?
കാരണം താങ്കൾ തന്നെ പറഞ്ഞു അതും ശരിയായിരിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ മറുപടി ഒന്ന് തന്നേ. ആ വിശ്വാസം പൊളിഞ്ഞു. ഹമീദ് ഫോണിലാണ് സുഹൃത്തുക്കളെ, ഫോണിലാണ്. ആൻസർ ചോദിക്കുമായിരിക്കും. പക്ഷെ ഇത്തരം മണ്ടന്മാരെ സഹിക്കേണ്ടി വരുന്നതാട്ടോ. ഇവൻ എന്തോ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അവന് തന്നെ അറിയില്ല. ഇതിന് മാത്രം കഞ്ചാവ് എവിടെ നിന്ന് കിട്ടണം കേരളത്തില്? കഞ്ചാവ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സാധനമാണെന്ന് ഇസ്ലാമില്. നിങ്ങള് ഈ ഏത് മതക്കാരായാലും അല്ലെങ്കിൽ ആൾക്കാരെ അവഹേളിക്കുക അതെന്ന് പറയുന്ന ഒരു മനുഷ്യത്വത്തിനോ അല്ല, ഇന്നാരുടെ മകനെ എന്നും പറഞ്ഞുകൊണ്ട് അവഹേളിച്ചത് മുഹമ്മദാണ്. അല്ലല്ല, ഇന്നാരുടെയും മകനെ അല്ല, ഒരു മിനിറ്റ് വെറുപ്പ് സൃഷ്ടിച്ചേക്കുന്നത് മുഹമ്മദാണ്. ഫിത്ന ഇല്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിലേക്കാകും വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുകയും കൊന്ന് കിണറ്റി തള്ളി. സാധാരണ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചതിൽ നിന്ന് ഇപ്പൊ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട് 77 പേര് ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു അസംബന്ധമായിട്ടുള്ള ഒരു വേട് വന്നോ? നിങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ മതവും നേടിയിട്ട് അവൻ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും നിങ്ങളൊക്കെയാണ് ഇതേമാതിരിയുള്ള വർത്താനം പറയുന്ന നിങ്ങൾ. ഈ നാടിന്റെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കെട്ടുറപ്പിനും ഇതിനും ആപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹമീദ് ഈ നാടിന്റെ കെട്ടുറപ്പിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ചെയ്തേക്കണം നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ അതിനെ ചോദിക്കുന്നത് പറയൂ. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ നാട്ടിൽ ഹമീദ് എന്ന് പറയുന്ന ഒത്തിരി പേര് കാണൂല. എന്റെ പേരുള്ള ഒരാള് മാത്രമേ ഉള്ളൂ. ഹമീദ് മേത്തർന്നും കൂടി ഉണ്ട് അതിന്റെ കൂട്ടത്തില്. ശരി, ഹമീദ് മേത്തർ അന്നേരപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അന്നേരപ്പോഴത്തേന് ആ നാട്ടിൽ വന്നിട്ട് ഹമീദ് മേത്തർ എന്ന് പറയുന്ന വ്യക്തി അറിയാൻ പറ്റും. എവിടെയാണ് ഞങ്ങൾ വന്ന് അന്വേഷിക്കണ്ടേ? എന്ത് ഇപ്പൊ വേണ്ടല്ലോ. നമ്മൾക്ക് ഈ അല്പനേരം നമ്മൾ സംവദിക്കാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള ഹമീദ് ബ്രദറെ ഒരു സെക്കൻഡ് ഞാൻ മ്യൂട്ട് ചെയ്തു. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പേരൊക്കെ ഇവിടെ വിളിച്ചു പറയും, ഞങ്ങൾ അത് വിളിക്കും, പിന്നെ അത് നിങ്ങൾ അവഹേളിച്ചെന്ന് പറയരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ വിളിക്കുന്ന നാടൻ ശൈലിയിലായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ പറയും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഹമീദ് എന്നുള്ള പേര് മാത്രം മുമ്പോട്ട് പോയാൽ മതി. രാജാ മേത്തറിനോട് ഒരു ചോദ്യമുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ തരാം ബൈജു ബ്രദർ, ഇപ്പൊ തരാം. അതുപോലെ തന്നെ നിങ്ങൾ കുറെ സമയം ഏറിലിട്ട് വെടിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് ടോപ്പിക്കിലേക്ക് വരാനൊന്നുമില്ല. ഇപ്പൊ ഇവിടെ പുള്ളി വെച്ച സ്റ്റേറ്റ്മെന്റ് തന്നെ പിടിക്കുകയാണ്. അതേ ചോദ്യത്തിലാണ് പുള്ളിക്ക് അന്നേരം കോള് വന്നത്. അത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ AI-ക്കും ചില സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്റെ ചോദ്യം, ആ വിശ്വാസം എന്ന് പറയുന്ന സാധനം അവിടെ പൊളിഞ്ഞായിരുന്നു സാറേ? ഈ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ഹമീദ് മേത്തർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു AI ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് താങ്കൾ എങ്ങനെ തെളിയിക്കും? പറഞ്ഞോളൂ. ഞാൻ അവിടെയാണ് കുറച്ച് മുമ്പേ നിന്നത്. ബൈജു ബ്രദറുടെ മൈക്ക് എടുത്തായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ടും അത് ഇപ്പൊ വാരിയർ പറഞ്ഞ മാതിരി ഇപ്പൊ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തെളിയിക്കാൻ എനിക്കിപ്പോൾ ഈ ക്ലബ് ഹൗസിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരാളെ ആണോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട വരും. അല്ല സാറേ, അവിടെ നിൽക്കേ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് അത്? അപ്പൊ താങ്കൾ പറഞ്ഞ വിശ്വാസം പൊളിഞ്ഞില്ലേ? അത് പൊളിഞ്ഞോ? താങ്കൾ ലൈവ് ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് താങ്കൾ ജീവനോടെ ഇരിക്കുന്നു, ഹമീദ് മേത്തർ എന്ന് പറയുന്ന വ്യക്തി ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പൊളിഞ്ഞോ? എങ്ങനെ പൊളിയുന്നു? അതെങ്ങനെയാണ്? ഞാൻ പറയുന്നു ഇത് AI ആണെന്ന് പറയുന്നു. അത് റോബോട്ട് ആണെങ്കിലും മനുഷ്യനാണെങ്കിലും പോലും അതെന്താ വെച്ച് കഴിഞ്ഞാല് അത് സംസാരിക്കുന്നുണ്ട് ഓൺ ദ സ്പോട്ടിൽ. അത് സത്യവുമാണ്. നിങ്ങൾ അല്ല, തെറ്റാണ്. അങ്ങനെ വരുമ്പോ താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് പ്രശ്നം വരും. റോബോട്ടുകൾ മരിക്കുന്നില്ല, റോബോട്ടുകൾ ഉറങ്ങുന്നില്ല, റോബോട്ടുകൾ ഉറക്കം എണീക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും താങ്കൾ കുറച്ചു മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് തെറ്റ് സംഭവിക്കും. എന്ത് തെറ്റ് സംഭവിക്കും? ഈ ഉറക്കം എഴുന്നേക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈ ഉറങ്ങുന്ന കാര്യവും ഒക്കെ തന്നെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് രണ്ടും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വിശ്വാസം എന്നുള്ളത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾക്കും വ്യക്തമായ ധാരണയില്ലാഞ്ഞിട്ടാണ്. ഞാൻ കുറെ നേരം നിങ്ങളെ ശ്രമിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറി വന്നത്.
അതുകൊണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഫെയ്ത്തിനെ ഹമീദ് ഈ മതങ്ങൾ ഹമീദ് പേരിൽ ഹമീദ് ഒരു മിനിറ്റ്. നടക്കുന്ന ഹമീദ് പറഞ്ഞ എല്ലാവരും, പ്രകാരം മുസ്ലിങ്ങളായാലും ഹമീദ് പറഞ്ഞല്ലോ ഹിന്ദുക്കളായാലും വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളായാലും മറ്റുള്ളവരായാലും അല്ല അതിനെ പറ്റി ഹമീദ് പറഞ്ഞല്ലോ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മതവിഭാഗങ്ങൾക്കും അതിനെപ്പറ്റി നല്ലൊരു ധാരണ ഇല്ലാന്ന്. എല്ലാരും അതാണ് മൈക്ക് മ്യൂട്ട് ചെയ്യാണ്. ശരിയായ ഹമീദ് ധാരണയില്ലാത്തതാണ്. ഇപ്പോൾ ഇവിടെ ആ ഹമീദ് ശരിയാ പറയുമ്പോഴത്തെ ഹമീദ ഞാനാണ് മൈക്ക് മ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഹമീദ് ഇപ്പോൾ ഇവിടെ വിശ്വാസം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഹമീദ് ഒന്ന് പറഞ്ഞു തന്നെ എന്താണ് വിശ്വാസം? കാരണം മതവിശ്വാസികളായിട്ടുള്ളവരുടെ വിശ്വാസം തെറ്റാണല്ലോ. അപ്പൊ ഇനി ഹമീദ് ഒന്ന് പറഞ്ഞു തന്നെ എന്താണ് വിശ്വാസം, എങ്ങനെയാണ് നമ്മൾ ഒരു വിശ്വാസത്തെ പിന്തുടരേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസം? ഹമീദ് വ്യക്തമായിട്ടൊന്ന്. ഞാനിത് ഇവിടെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മതവിശ്വാസത്തിൽ തമ്മിലുള്ള ആ വർത്താനങ്ങളും അതിന്റെ അല്ലെങ്കിൽ ഹിസ്റ്ററികളെയും തമ്മിലുള്ള താരതമ്യപ്പെടുത്തലും അതിനെ പറ്റിയുള്ള അവഹേളനങ്ങളും കേട്ടത് കൊണ്ടാണ് ഞാൻ കയറി വരാനുള്ള കാരണം. ഈ അങ്ങും അവഹേളിക്കുമ്പോൾ അതിന്റെ ബേസ് ആയിട്ട് കിടക്കുന്ന, എല്ലാ വിശ്വാസികളുടെയും ബേസ് ആയിട്ട് കിടക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്ന സങ്കല്പം എന്താണത്? നമ്മുടെ മനുഷ്യരിൽ എല്ലാവരിലും നമ്മുടെ ചെറുപ്പകാലത്ത് വരുന്ന ഇതാണ് ആത്മാവുണ്ടെന്നുള്ളൊരു ബോധം. അതായത് മനുഷ്യന്റെ ജീവനോട് കൂടി തന്നെ ആത്മാവുണ്ടെന്നുള്ള ബോധത്തിലാണ് ഏത് മനുഷ്യന്റെയും ദൈവസങ്കല്പം ഉള്ളത്. ഈ ദൈവം എന്നുള്ളത് വിശ്വാസമാണ്. അവിടെ വിശ്വാസവും സത്യവും തമ്മിലുള്ള താരതമ്യം ഞാൻ പറഞ്ഞു. വ്യത്യസ്തമായിട്ട് നമ്മളൊക്കെ ഏകദേശം 10ാം ക്ലാസ്സെങ്കിലും ഉള്ളവരാണ് നമ്മൾ, ഒരു പരിധി വരെയുള്ള ഒരു മലയാളികളിൽ ഭൂരിപക്ഷവും. ഈ ഇവിടെ വിശ്വാസം എന്തെന്നോ സത്യം എന്തെന്നോ ഉള്ള ഒരു തിരിച്ചറിവില്ലായ്മയാണ് ഈ പറഞ്ഞ ഈ തല്ലുപിടുത്തത്തിന് അല്ലെങ്കിൽ വഴക്കിന് അല്ലെങ്കിൽ ഈ വെറുപ്പിന് ആധാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളുമായിട്ട് വന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാ മതവിഭാഗങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന ഒരു ബോധം വളർന്നു വരുന്നു. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ എപ്പോഴും പോരുപിടിക്കുകയും വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഈ ഭൂലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കൊല്ലങ്ങളായി. അതിന് ഒരു അറുതി വരിക എന്നുള്ളതാണ് ഇന്ന് ഈ ഭൂലോകത്തിന്റെ സമാധാനത്തിന്റെ ഒരു വഴി എന്നുള്ളത് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഈ ബോധനം ഞാൻ എടുത്തു പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ വിശ്വാസം സത്യമാണെന്ന ബോധം തെറ്റായ ബോധമാണെന്നുള്ള ഈ വരികൾ. എന്തുകൊണ്ടെന്നാൽ വിദ്യാഭ്യാസവും വിവേകവും ചിന്തിക്കാൻ കഴിവുമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക് ചിന്തിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വിശ്വാസത്തിന് തെളിവില്ലാത്തതും തെളിയിക്കാൻ കഴിയാത്തതുമാണെന്നും സത്യം എന്നുള്ളത് അനുഭവിക്കാൻ കഴിയുന്നതും അത് തെളിയിക്കാൻ കഴിയുന്നതുമാണെന്നുള്ള സിമ്പിൾ ആൻസർ. ആ സിമ്പിൾ ആൻസറിൽ നിന്ന് തന്നെയാണ് വിശ്വാസം എന്തിന് എന്നുള്ളൊരു ചോദ്യം കടന്നു വരുമ്പോൾ ആ വിശ്വാസം എന്നുള്ളത് സമാധാനത്തിന് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വിശ്വാസം സത്യമാണെന്നുള്ള ബോധത്തിൽ എല്ലാവരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾക്കെല്ലാം പലവിധ തെറ്റായ ബോധങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാം വളർന്ന് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതെന്ന് കാണാം. എല്ലാ മതവിഭാഗങ്ങളിലെയും മതമില്ലാത്തവന്റെയും മതം ഉള്ളവന്റെയും വീടുകളിൽ നിന്ന് ചെറുപ്പത്തിൽ തുടങ്ങി വളർന്നു വരുന്ന ചിന്താഗതി, ആ ചിന്താഗതിയെ ശരിയായ ഒരു ബോധത്തിലേക്ക് വളരുകയും അവരുടേതായ വിശ്വാസങ്ങളിൽ ശരിയായ വിശ്വാസം നിങ്ങൾ നിൽക്കുകയും ചെയ്യുക എന്നാണ്. ഓരോരുത്തരുടെ വിശ്വാസം ഉള്ളതിൽ അതിൽ നിൽക്കുക. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന വിവേകമുള്ള അല്ലെങ്കിൽ തിരിച്ചറിവുള്ള മനുഷ്യന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ ഭൂമിയിൽ ഈ മതങ്ങളെല്ലാം വന്നിട്ടുള്ളത് മനുഷ്യർ തമ്മിലുള്ള സമാധാനത്തിന് വേണ്ടിയാണെന്നുള്ളൊരു കാര്യം. അത് വെറുപ്പുണ്ടാക്കുവാനോ വിദ്വേഷമുണ്ടാക്കാനോ അസൂയ ഉണ്ടാക്കുവാനോ അല്ല എന്ന് നമ്മളുടെ തിരിച്ചറിവാണ് വേണം. അതെങ്ങനെയായിരിക്കും? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസവും സത്യവും തമ്മിലുള്ള ശരിയായ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ നമ്മൾക്ക് അന്യരോട് ഒരു വെറുപ്പോ വൈരുദ്ധ്യമോ അല്ലെങ്കിൽ ഇതോ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ ഈ കുറച്ചു നേരം നിങ്ങളെ ഹമീദ് സമയം കഴിഞ്ഞു. ഹമീദ് ഒരു മിനിറ്റ്. താങ്കൾ പറഞ്ഞ യഥാർത്ഥ വിശ്വാസത്തിലേക്കും സത്യത്തിലേക്കും കടന്നു വരണം എന്ന് ഹമീദ് ഇപ്പൊ പറഞ്ഞല്ലോ. ഇത് എന്താണ് യഥാർത്ഥ
സത്യവും അതോടൊന്ന് പറഞ്ഞേ. യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മൾക്ക് തെളിയിക്കാൻ കഴിയാത്തതും തെളിവില്ലാത്തതുമാണ് എന്നുള്ളൊരു ബോധം വരുമ്പോൾ നമ്മൾക്ക് എന്താണ്, അത് നമ്മളുടെ വിശ്വാസം മാത്രമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സത്യം എന്നുള്ളത് അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണെന്നുള്ള ഒരു ഞാൻ ചോദിച്ചതിന് മറുപടി എന്താണ് യഥാർത്ഥ വിശ്വാസം, എന്താണ് യഥാർത്ഥ സത്യം, അതൊന്ന് പറഞ്ഞേ. യഥാർത്ഥ സത്യം അതല്ലേ ഞാൻ പറഞ്ഞത്. യഥാർത്ഥ സത്യം നമ്മൾക്കറിയാലോ, നമ്മൾ അനുഭവിക്കാൻ കഴിയുന്നതും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നതുമാണ് യഥാർത്ഥ സത്യങ്ങൾ. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാത്ത മുഴുവൻ സത്യമല്ല. തെളിയിക്കാൻ കഴിയാത്ത അനുഭവിക്കാൻ കഴിയാത്തതെല്ലാം വിശ്വാസങ്ങളാണ്. അത് നമ്മുടെ വിശ്വാസം മാത്രമാണെന്നുള്ള ഒരു ശരിയായ ബോധത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അപ്പൊ ഈ സൈനൈഡ് കഴിക്കുന്നവൻ എങ്ങനെ വിശ്വാസം എങ്ങനെ പറയും ഞാൻ മരിച്ചു എന്നുള്ളത്? അത് ഒരു ഈ സ്ഥലത്ത് ആവശ്യമുള്ള ഒരു ചോദ്യം അല്ലല്ലോ അജേഷ്. താങ്കൾ പറഞ്ഞ അനുഭവമാണ് സത്യം, വിശ്വാസമാണ് സത്യം, അനുഭവമാണ് സത്യം, അനുഭവമാണ് സത്യം. ഞാൻ ചോദിക്കുന്ന ഈ സൈനൈഡ് കഴിച്ചവൻ എങ്ങനെ ആയിരിക്കും, അല്ല ഈ സൈനൈഡ് കഴിച്ചവൻ എങ്ങനെ ഇത് അനുഭവിച്ചതിന്റെ കാര്യം പറയും, ഒന്ന് പറഞ്ഞു തന്നെ ഹമീദെ. ഒന്നും കൂടി തിരിച്ചു ചോദിക്കൂ അജേഷ്. ഞാൻ തിരിച്ചല്ല, ഞാൻ ഒന്നുകൂടെ വിശദമാക്കി ചോദിക്കാം. സൈനൈഡ് കഴിച്ച ഒരുത്തൻ മരിച്ചു വീണു. ആ സൈനൈഡ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, അത് എല്ലാവരും കണ്ടിട്ടും ഉണ്ടായിരിക്കും, മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പുള്ളി മരിച്ചു എന്നുള്ളത് ഈ പുള്ളി എങ്ങനെയാണ് അനുഭവത്തിലൂടെ നമ്മളെ ബോധ്യമാക്കി തരുന്നത്? ഈ പുള്ളി അനുഭവത്തിലൂടെ ബോധ്യമാക്കണം, മറ്റുള്ളവരല്ല കേട്ടോ. അദ്ദേഹം വന്ന് പറയണമല്ലോ, കാരണം സത്യമായത് അനുഭവിക്കണം, സത്യമായത് മറ്റുള്ളവർ പറയണമെന്നാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ആ സൈനൈഡ് കഴിച്ച വ്യക്തി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ അത് തെളിയിച്ചു തരുന്നത്? അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. നമ്മളത് അനുഭവിക്കുന്നു അദ്ദേഹം മരിച്ചെന്ന്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചോദിച്ചത് പുള്ളി എങ്ങനെ, നമുക്ക് നിങ്ങൾ പറഞ്ഞത് സയന്റിഫിക് ആയിട്ട് തെളിവുകളാണ് ഞാൻ ചോദിക്കുന്നത്. ആ പുള്ളി എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇത് സൈനൈഡ് കഴിച്ചു എന്നുള്ള പുള്ളിയുടെ അനുഭവം വിവരിക്കുന്നത്? ഇപ്പൊ പോയിന്റ് തിരിച്ചു വെച്ചു, അതായത് അയാൾ മരിച്ചു എന്ന് നമ്മളാണ് അനുഭവിക്കുന്നതെന്നാക്കി. മരണം അനുഭവിച്ചവനല്ല, മരണം അനുഭവിച്ചിട്ട് നമ്മളാണ് അത് അനുഭവിക്കുന്നത്, കാണുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ബോഡി എങ്ങനെയാണ് അനുഭവിക്കുന്നത് നമ്മൾക്ക് പറയാൻ പറ്റുമോ? അതിന് അനക്കമില്ല, അതിന് ഞാൻ ചോദിക്കുന്നത് ഹമീദ് ഈ സൈനൈഡ് എന്തൊക്കെയുള്ള ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് കഴിച്ചയാൾ ഈ സൈനൈഡ് കഴിച്ചതിന് ശേഷമുള്ള അനുഭവം പറഞ്ഞെങ്കിലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഈ അനുഭവം എങ്ങനെയാണ് നമ്മളോട് പുള്ളി വിശദീകരിക്കുന്നത്, ഒന്ന് പറഞ്ഞു തന്നെ. അനുഭവം ഒരു മരിച്ച ആള് വിശദീകരിക്കുന്നു എന്ന് പറയുന്നത് അന്ധമായ വിശ്വാസമല്ലേ? ഒരു മരിച്ച ആള് ഹമീദ് തന്നെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഹമീദാണ് പറഞ്ഞത് ഒരു സംഭവം സയന്റിഫിക്കലായിട്ട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് അനുഭവമാണെങ്കിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് സൈനൈഡ് കഴിക്കുന്ന ആൾ എങ്ങനെ സയന്റിഫിക്കലായിട്ട് ശരിയാണ്, സൈനൈഡ് ഉണ്ട്, അത് കഴിച്ചാൽ മരിച്ചെന്ന് എല്ലാവർക്കും അറിയാം, മരിക്കുമെന്നും അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളി എങ്ങനെ നമ്മുടെ മുമ്പിൽ അത് വിശദീകരിക്കുമെന്ന് പറഞ്ഞു തന്നെ. എന്താണ് അജേഷ് ചോദിക്കുന്നത്? എല്ലാം ലോജിക്കും ഉണ്ടോ അജേഷ് പറയുന്നതില്? സൈനൈഡ് കഴിച്ച മരിച്ച ആൾക്ക് അതിനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി വിശദീകരിക്കാൻ കഴിയുമോ? അത് കണ്ടവർക്കോ അല്ലെങ്കിൽ കേട്ടവർക്കോ അല്ലെങ്കിൽ കണ്ടവർക്കല്ലേ അതിനെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് മരണം നടന്നു എന്നത് പുള്ളിയുടെ അനുഭവമാണോ അതോ നമ്മുടെ കാഴ്ചയാണോ? നമ്മുടെ കാഴ്ചയും സയന്റിഫിക്കൽ മെത്തേഡും ഉണ്ടല്ലോ അവിടെ. ഞാൻ ചോദിച്ചത് പുള്ളിയുടെ അനുഭവം നമ്മുടെ കാഴ്ചയാണോന്നാ ചോദിച്ചത്. ആ പുള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളിക്കാരന്റെ ശരീരം അനക്കാൻ വയ്യ, ഒന്നും മരണം സംഭവിച്ചിരിക്കുന്നു. അതെന്നെയാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിയായ ബോധത്തെ നിങ്ങൾ നിരാകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളുടെ മനുഷ്യരിലുള്ള ശരിയായ ബോധത്തെ നിങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഹമീദിനെ പോലാവും അല്ല, പിന്നെ അത് അങ്ങനെ ആവുന്നു. വിട്ടുപിടി ഇത് കണ്ട വലിയ കൂടിയ ഇത് വലിച്ച് എന്തോ ഒരു വല്ലാത്ത സംഭവമാണ്. ഹമീദ ഞാനൊരു കാര്യം പറയാം ഹമീദ, നിങ്ങൾ ഈ വന്നിട്ട് പറയുന്നത് ഈ സയന്റിഫിക്കൽ പരിപാടി എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു വിശ്വാസമുണ്ട്, ദൈവത്തെ കാണിച്ചു തന്നാ വിശ്വസിക്കാം. എടാ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? അത് കാണിച്ചു തന്നതിന് ശേഷം ഇത് ഇടയ്ക്ക് കയറാൻ തുടങ്ങി. ഒരു തെറ്റായ ഒരു കാര്യമുണ്ട്.
യുക്തിവാദികളും അല്ലെങ്കിൽ നിരീശ്വരവാദികളും വിശ്വാസികളെ എതിർക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്നാണ്? വിശ്വാസത്തിന് തെളിവ് വേണമെന്ന ബോധം. അത് തെറ്റായ ബോധമാണ്. വിശ്വാസത്തിന് തെളിവുണ്ടായിരിക്കില്ല. അവരുടെ ശരിയായ ബോധത്തെ അവർ വ്യക്തമായിട്ടും അവർ പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം തെളിയിക്കാൻ കഴിയില്ല, തെളിവില്ലാത്തതാണ് വിശ്വാസം എന്ന് ശരിയായ ബോധമുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളും വിശ്വാസികളോട് ആർഗ്യുമെന്റ് നടത്തുന്നത് എന്താ? നിങ്ങൾ തെളിയിക്കാൻ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ഒരു ശരിയായ ബോധത്തെ നിരാകരിക്കലാണ്. അവരും അന്ധവിശ്വാസികൾ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിയായ ബോധത്തെ ഹമീദ് ഇപ്പൊ ഏത് വിശ്വാസത്തിലാ നിൽക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. കുറെ നേരം കടന്നോണ്ട് പറയല്ലേ. ഹമീദ് ഏത് വിശ്വാസത്തിലാ നിൽക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു. ഞാനൊരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിയായ വിശ്വാസത്തിലുള്ള ഒരാളാണ് ഞാൻ. ഇന്നതാണെന്നൊന്നുമില്ല. ഞാൻ തെറ്റായ കാര്യങ്ങളെ ഞാൻ തെറ്റാണെന്ന് പറയും. അത് ഏത് മതവിശ്വാസം പറഞ്ഞാലും യുക്തിവാദി പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയും. അത് പറ. ഹമീദ് നിൽക്കുന്ന വിശ്വാസം ശരിയായ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് വിശ്വാസമാണെന്ന് പറ. ശരിയായ വിശ്വാസങ്ങളില്ല, എല്ലാനും എന്നാ പിന്നെ ഹമീദ് നിൽക്കുന്ന വിശ്വാസം ഏതാന്ന് പറയാം. ഹമീദിനോട് ചോദിക്കാം. ഹമീദ് ഈ വരാൻ ആത്മീയ വിശ്വാസങ്ങൾ മുഴുവൻ തന്നെ ഹൈജാക്ക് ചെയ്യപ്പെട്ടതും തലതിരിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വിശ്വാസക്രമങ്ങളാണ് ലോകത്തുണ്ടായിട്ടുള്ളത് മുഴുവൻ തന്നെ. ഓക്കെ, ആയിക്കോട്ടെ. ഹമീദ് ഈ ചൂഷണം ഒന്നും ചെയ്യാത്ത ഏത് വിശ്വാസത്തിലാ നിൽക്കുന്നതെന്ന് പറ. ഞാൻ ഒരു അങ്ങനെ ഒരു വിശ്വാസിയല്ല ഞാൻ ശരിക്ക്. പിന്നെ എങ്ങനെയാണെന്ന് പറ ഹമീദ്. പിന്നെ എങ്ങനെയാണെന്നുള്ളത് പറ. ഞാൻ ശരിയായ കാര്യങ്ങളെ മാത്രമേ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറയാറുള്ളൂ. ബാക്കിയുള്ളതിന് ശരിയായ കാര്യം ഏതാണ് പറയൂ. ശരിയായ കാര്യം താങ്കൾ ശരിയായ കാര്യമല്ല താങ്കൾ പുറത്തേക്ക് വിശ്വാസത്തെ പറ്റി പറയാറുള്ളൂ. ആ ശരിയായ കാര്യം ഏതാണ്? ആ വിശ്വാസം ഏതാണ്? അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. വിശ്വാസം സത്യമാണെന്നുള്ള ബോധം, തെറ്റായ ബോധം. സത്യമായിട്ടുള്ള ബോധം, തെറ്റായ ബോധം. അപ്പൊ ഞാൻ ആരായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കേ. അല്ല, ഞാൻ എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഞാൻ അതിന് കബഡി നടത്താനിരിക്കുന്ന കണിയാനല്ല. അത് സ്വന്തമായിട്ടൊരു ബോധമുണ്ട്. ഞാൻ ഇന്നയാളാണെന്ന് പറയാൻ ബോധം ഉണ്ടെങ്കിൽ ആ പുള്ളി പറയുന്നല്ലേ ഏറ്റവും നല്ലത്. താങ്കൾ തന്നെ പറഞ്ഞു അനുഭവം ഏറ്റവും നല്ല തെളിവാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സത്യമായ അനുഭവം ഏതാണ്? തെളിവെന്ന് പറഞ്ഞു തന്നെ. അത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അത് അയാളാണ് ദൈവം എന്ന് ഞാൻ പറയാം. ആരാണ് പറഞ്ഞു? അതാരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എനിക്ക് പറയാൻ പറ്റൂല്ലോ. പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ താങ്കൾ പിന്നെ അന്നേരം താങ്കളുടെ ഒരാളുണ്ടെന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ആരാന്ന് അറിയത്തില്ല. സൃഷ്ടി നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്ത് എന്ന് പറഞ്ഞു. പക്ഷി മൃഗാദികൾക്കോ മനുഷ്യനോ മനുഷ്യ ശാസ്ത്ര ടെക്നോളജികൾക്കോ സൃഷ്ടിക്കാൻ കഴിയാത്ത ഭൂമിയും ഈ പ്രപഞ്ചവും നമ്മൾ അനുഭവിക്കുന്നു. ഈ അനുഭവിക്കുന്ന സത്യങ്ങളുടെ സൃഷ്ടികർത്താവ് എന്ന വിശ്വാസമാണ് ദൈവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആ ദൈവം എന്നുള്ളത് മനുഷ്യനെ ഭയപ്പെടുത്താനും മനുഷ്യനെ ആഗ്രഹിപ്പിക്കാനും ഉള്ളത് മാത്രമാണ്. അല്ലാതെ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ജോയി ബ്രദർ. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അത് സത്യമല്ല. സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കപ്പെടുത്താൽ അതിന് എനിക്ക് അനുഭവിക്കേണ്ടി വരും. ആ അനുഭവിക്കാൻ കഴിയാത്ത സാധനത്തിനെയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? അനുഭവിക്കാൻ കഴിയാത്തതിനെയാണ് താങ്കൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. ഹമീദ രണ്ടുപേരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഒരാള് സംസാരിച്ചതിന് ശേഷം സംസാരിക്കും. അതിപ്പോ ഹമീദ് പറയുന്നത് അനുഭവം എന്ന് പറയുന്നത് താങ്കൾക്ക് ഇപ്പൊ അനുഭവം ആയിട്ടില്ല. ദൈവം എന്ന് പറയുന്നത് താങ്കൾക്ക് അനുഭവം ആയിട്ടില്ല. അത് അനുഭവം ആകുന്ന സമയത്ത് താങ്കൾ വിശ്വസിക്കും എന്നാണോ പറയുന്നത്? അനുഭവം ആവുന്ന സമയത്ത് അത് സത്യമായി മാറും. അനുഭവിക്കാൻ കഴിയാത്ത കാലത്ത് പക്ഷെ ഇപ്പൊ വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മൾക്ക് സങ്കല്പിക്കാം. സങ്കല്പമല്ല, ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കുന്നത്. നമ്മളെ വിഷയം വിട്ടേ. സങ്കല്പമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഉറപ്പ് മാത്രമേ ഉള്ളൂ. കഴിയാത്തിടത്തോളം കാലം ദൈവം എന്നുള്ളത് വിശ്വാസം മാത്രമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഹമീദിന്റെ മരണശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ കാണും. ആ ദൈവത്തെ
ചെന്ന് അനുഭവിക്കുന്ന സമയത്ത് ഇതാണ് ദൈവമെന്നേ താങ്കൾ വിശ്വസിക്കത്തുള്ളൂ എന്നാണോ ഹമീദ് പറയുന്നത്? തീർച്ചയായിട്ടും അതല്ലേ അത് വിശ്വസിക്കണല്ല, അത് അപ്പൊ അവിടെ അനുഭവിക്കല്ലേ ചെയ്യുന്നത്. ദൈവം സത്യമാണെന്നുള്ള അനുഭവം വരും, അല്ലേ? അപ്പൊ അപ്പൊ ഇത്ര നാളും അല്ല ഞാൻ ദൈവം എന്നുള്ളത് വിശ്വാസവും ഭൂമി ഇനി അടുത്ത ജന്മത്തിൽ നിങ്ങൾ ദൈവത്തെ കണ്ടാൽ അത് സത്യവുമാവും, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ സത്യമാവും. ഈ ഭൂമിയിൽ ദൈവം എന്നത് വിശ്വാസം മാത്രമാണ്, അത് സത്യമാണെന്നുള്ള ബോധമാണ് ഇവിടെ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഓ, അന്നേരം ഇപ്പൊ ഒരു ദൈവമേ ഉള്ളൂ, ബാക്കിയുള്ള ദൈവങ്ങളെ പറ്റി പറയുന്നതാണ് വൈരുദ്ധ്യങ്ങളായിട്ട് വരുന്നത് എന്നാണോ ഹമീദ് പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഏത് ദൈവവും സത്യമാണെന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമാണ് ശരി എന്നുള്ള ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്ന ബോധം ഇപ്പൊ കുറെ നേരത്തെ ഇവിടെ കണ്ടുവന്നത് ഞാൻ കേട്ടതാണ്. ആ ബോധമാണ് വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നതും മ്ലേച്ഛമാക്കുന്നതും വെറുപ്പ് ഉണ്ടാക്കുന്നതും അസൂയയെ സൃഷ്ടിക്കുന്നതും വിദ്വേഷം സൃഷ്ടിക്കുന്നതും എല്ലാം എന്നാണ് ഞാൻ പറയുന്നത്. വൈരുദ്ധ്യമില്ലാതെ ഈ വിദ്വേഷമില്ലാതെ അങ്ങനെ നടക്കുന്ന ഒരു ദൈവം ഏതാണ് ദൈവം ഹമീദ് എന്ന് പറഞ്ഞത്? അനുഭവം വേണ്ട, നിങ്ങൾക്ക് അറിവൊന്ന് പറഞ്ഞു. അല്ല, പുള്ളി പറഞ്ഞ മനസ്സിലല്ലേ, ഈ ബോംബ് വെച്ച് ഇളിയിൽ വെച്ച് ബോംബ് വെച്ച് പൊട്ടിക്കണതും ഇതൊന്നും ദൈവം അല്ലെന്നാണ് പുള്ളി പറയുന്നത്. സൂപ്പർ സാധനം ഒരു മിനിറ്റ്. അദ്ദേഹം മുമ്പ് പറഞ്ഞ ഒരു വാക്കിങ്ങിനാണ് സൃഷ്ടി നടന്നിട്ട് ഉണ്ടെങ്കിൽ. അപ്പം അത് നമുക്കൊരു ഞാൻ ചോദിക്കുകയാണ്, സൃഷ്ടി നടന്നിട്ടുണ്ടോ ഇല്ലയോ? താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഹമീദ് സഹോദരൻ വിശ്വസിക്കുന്നുണ്ടോ സൃഷ്ടി നടന്നിട്ടുണ്ടോ ഇല്ലയോ? സൃഷ്ടി നടന്നിട്ട് ഉണ്ട് എന്നുള്ളതാണല്ലോ വിശ്വാസത്തിന്റെ കാതലായിട്ട് നിൽക്കുന്നത്. താങ്കൾ മുമ്പ് പറഞ്ഞ ഒരു മിനിറ്റ് താങ്കൾ മുമ്പ് പറഞ്ഞത് സൃഷ്ടി നടന്നെന്ന് പ്രൂവ് ചെയ്തില്ല, സൃഷ്ടി നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനകത്ത് വിശ്വസിക്കുന്നില്ലാണ് എന്റെ. അപ്പം താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സൃഷ്ടി നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ ഇല്ലെന്ന് വിശ്വസിക്കുന്നു? ജോബി പറഞ്ഞത് എന്താ വെച്ചാൽ സൃഷ്ടി നടന്നു എന്നുള്ളതാണ് വിശ്വാസം. ഇവിടെ ഒരു ഭൂരിപക്ഷത്തിന്റെയും എല്ലാ മതങ്ങളുടെയും വിശ്വാസം അത് തന്നെയാണ്. ആ സമൂഹത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് തൊട്ട് താഴെ കിടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ളവർ എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ഒക്കെ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അത് എന്നെ ഏത് രീതിയിൽ കാലം മുതൽ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബോധവൽക്കരിച്ചിട്ടുണ്ടോ അതായിരിക്കും എൻ്റെ. അല്ല ജോഗിറ ഒറ്റ മിനിറ്റ്. അജീഷ് പറ ആ മെസ്സേജ് കൂടെ നോക്കി അതിനൂടെ ഒരു മറുപടി കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാറ്റ് കൂടെ നോക്കിയൊരു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷി മൃഗാദികൾക്കും മനുഷ്യനും മനുഷ്യ ശാസ്ത്ര ടെക്നോളജികൾക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത ഭൂമിയും ഗോളങ്ങളും അല്ലെങ്കിൽ ഈ പ്രകൃതിയും ഞാൻ അനുഭവിക്കുന്ന സത്യങ്ങളാണ്. ഈ സത്യങ്ങളുടെ സൃഷ്ടികർത്താവെന്ന വിശ്വാസമാണ് ദൈവം എന്ന സങ്കല്പത്തിലുള്ളത് എന്ന്. അത് എൻ്റെ തലയിലും എന്നെയും ബാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അത് സത്യമാണെന്നുള്ള ഒരു ബോധം എന്നെ മറ്റുള്ളവരുടെ മാതിരി എനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ സത്യം എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അനുഭവിക്കാൻ കഴിയുന്നതും ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നതുമാണ് സത്യങ്ങൾ എന്നാണ്. ആ ഒരു ബോധ്യം എനിക്കുള്ളപ്പോൾ ആ ബോധ്യം പറയുന്നുണ്ട്. ഇത് ഈ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്, സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദൈവം ആരാണ്? വിശ്വാസം കൊണ്ട് പറഞ്ഞാൽ മതി, താങ്കളുടെ അനുഭവം കൊണ്ട് പറയണ്ട. ആരാണ് ഈ ദൈവം? അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ആ ദൈവത്തെ പറ്റി എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോയ് ബ്രദറെ ആരും എടുക്കല്ല, ആ ദൈവത്തെ പറ്റി എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അവിടെ എഴുതണമെന്നില്ല, അത് നമ്മുടെ ഒരു വിശ്വാസം മാത്രം. എഴുതണമെന്നില്ല. എഴുതിയത് മുഴുവനും കള്ളത്തരമാണ്, ശരിയല്ല? എഴുതിയത് മുഴുവനും കള്ളത്തരമാണ്, അതാണ് ഇത് പറയുന്നത്. കള്ളത്തരവും ഉണ്ട്, അതിന് തെറ്റായ ഭാവങ്ങളും ശരിയായ ഭാവങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എവിടെയാണ് അല്ല ഹമീദ് പറയുന്ന ആ ദൈവം ശരിയായ ഭാഗത്ത് എവിടെ നിൽക്കുന്നത്? എവിടെയാണ് ഏത് പുസ്തകത്തിലുണ്ട്? അത് ആ പുസ്തകങ്ങളെ പറ്റി എനിക്ക് വിവരങ്ങളില്ല.
കൂടുതൽ വിവരം ഇല്ല. എനിക്ക് ഇവിടെ ഹമീദിന്റെ നൽകുന്നില്ല. ഏതെങ്കിലും പുസ്തകം അതുകൊണ്ട് ഇരിപ്പുണ്ടോ ഞാൻ ഇതിനെപ്പറ്റി അറിവുള്ള സംവദിക്കാനും പുസ്തകം തയ്യാറല്ല. വല്ലതും ഉണ്ടോ? പുസ്തകങ്ങളെ പറ്റി സംവദിക്കാൻ ഞാൻ തയ്യാറല്ല. ഹമീദ് ഞാൻ ചോദിക്കുന്നത് ഹമീദിന്റെ ഇങ്ങനെ അനുഭവമുള്ള ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ പറ്റി പറയുന്ന എന്തെങ്കിലും പുസ്തകം ഇരിപ്പുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എന്റെ കയ്യിൽ ഒരു പുസ്തകം ഇല്ല, ഇല്ല ഇല്ല. ഒരു പുസ്തകവും ഇല്ല. ഓക്കെ. അന്നേരം ഇപ്പൊ ഹമീദിന് ഇങ്ങനെ ഒരു ദൈവം സൃഷ്ടി നടത്തി, ഈ അറിവ് എവിടുന്ന് കിട്ടി? ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുള്ള അറിവ് എവിടുന്ന് കിട്ടി? അത് ഈ എന്റെ സമൂഹത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കണതാ. ഏതാ സമൂഹം? അത് എല്ലാനും ഉണ്ട്. മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഹിന്ദു ഉണ്ട്, മതമില്ലാത്തവരില്ല, ചിലവരുണ്ട്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു എന്ന ദൈവത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കൃഷ്ണൻ എന്ന ദൈവത്തിലും താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന ദൈവത്തിലും താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പിന്നെ ഏതിലാ വിശ്വസിക്കുന്നത്? കൃഷ്ണനും ക്രിസ്തുവും ഇവിടെ മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു മനുഷ്യനിക്ക് എന്തൊക്കെയും കൂടുതലായിട്ട് പോകണ്ട. അപ്പൊ കൃഷ്ണനും ക്രിസ്തുവും ഒരു മനുഷ്യരായിട്ട് കാണുന്നു. അപ്പൊ ഈ അള്ളാഹു എന്നുള്ളത് എന്താണെന്ന് ഒരു വിവരമില്ല ആർക്കും വരില്ല. അപ്പൊ ഒരു പൊട്ടനാണ്. അതെന്താണെന്ന് ഒരു വിശ്വാസം മാത്രമാണല്ലോ. അല്ല, അതൊരു അന്നേരം ഇത് രണ്ടും മനുഷ്യരാണെന്ന് പറയുമ്പോഴത്തേനും ഓക്കെ, മനുഷ്യരാണ്. ഇപ്പൊ ഈ അള്ളാഹു എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സംഭവമാണെന്നാണ് ഹമീദിന്റെ ധാരണ. ശരിയല്ലേ? എന്തു ആയിക്കോട്ടെ. അല്ല ഹമീദെ, ഞാൻ പറഞ്ഞപ്പം കൃഷ്ണനും ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യരാണെന്ന് ഹമീദ് പറഞ്ഞപ്പോഴത്തേനും ഈ അള്ളാഹു എന്ന് പറയുന്ന ഖുറാനിൽ പറയുന്ന അള്ളാഹു എന്ന് പറയുന്നത് ഹമീദിന്റെ വാദം അനുസരിച്ച് ഒരു വൃത്തികെട്ട സാധനമാണ്. കാരണം ഇത് രണ്ടും മനുഷ്യരാണല്ലോ. മനുഷ്യരാണ്, മറ്റേതെല്ലാം മൃഗമായിരിക്കും എന്നാണോ ഹമീദ് പറയുന്നത്? മൈക്ക് മ്യൂട്ടോ ഹമീദ്. ഹമീദ മൈക്ക് മ്യൂട്ടാണ്. ഹമീദിന്റെ വാദം അനുസരിച്ച് കൃഷ്ണനും ക്രിസ്തുവും മനുഷ്യരാണ്. അതിപ്പോ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവം ഒന്നെങ്കിൽ മൃഗമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ഹമീദിന്റെ വാദം. മുസ്ലിങ്ങൾക്ക് പണിയായല്ലോ വരെ. അതെ 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 തീർച്ചയായും. ഹമീദിന് ആരോ ബാക്കിൽ നിന്ന് ഫോൺ ചെയ്യുന്നു. വേറൊന്നും പറയില്ല. ഇതാണ് ഈ പ്രശ്നം ബ്രദർ. ഇടയ്ക്ക് കയറിയിട്ട് നമ്മളെ വേറൊരു വിഷയത്തിലേക്ക് മാറ്റരുത്. പോയി ഇനി പറഞ്ഞു. പുള്ളിക്ക് ഉള്ള കാര്യം പറയാനും പറ്റില്ല. വളഞ്ഞ് പിടിച്ച് നിങ്ങൾ എന്ത് കാണിക്കുന്ന പുള്ളി ആളെങ്കിൽ നമുക്ക് ഒഴിച്ചു പോകാൻ പുള്ളിക്ക് അത് പറയാനും പറ്റില്ല. പുള്ളിയെ കൊണ്ട് പറയിച്ച് വേദിയിലിരിക്കുന്ന ഒരാളെ അജീഷ് ബ്രദർ ശ്രദ്ധിച്ചായിരുന്നോ? ഇതൊക്കെ നമ്മൾ ബിനോയ് യൂനസിനെ ആരും കാണാതെ പോകത്തില്ല. യൂനസൊക്കെ നമ്മുടെ ആളെ. ഈ ബിനോയ് എന്ന് മാത്രമേ നമ്മൾ ഫ്രണ്ടിൽ കാണുള്ളൂ. അത് താഴോട്ട് നോക്കിയാലും മറ്റേ യൂനിസ് എന്ന് വിളിച്ചാ പോരെ. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല, കഴിഞ്ഞ പ്രാവശ്യം അജീഷിച്ച ഏതാ മുഹമ്മദിന്റെ നന്മ പറയുന്നിടത്തുനിന്നല്ലേ ഇറങ്ങിപ്പോയെ? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പോട്ടെ. എല്ലാത്തരം ഇസ്ലാം വിഭാഗങ്ങളുടെയും ദൈവം അള്ളാഹു സർവാധിപത്യമുള്ള രൂപരഹിത ശക്തിയാണ്. അപ്പൊ അള്ളാഹുവിന് രൂപമില്ല എന്നാണോ യൂനിസ പറയുന്നത്? യൂനിസ് അങ്ങ് മൈക്കെടുത്തോ. യൂനിസേ അപ്പൊ ഈ പിള്ളേരെങ്ങനെ ഉണ്ടായി? ലാത്ത മനാത്ത ഹൗസ അനിൽ രാജ് ബ്രദറെ, നമ്മളൊരു വിഷയത്തിന്മേൽ ഒരു മനുഷ്യനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ശകലം പാടുള്ള പണിയാണ്. പെട്ടെന്ന് ഒരുത്തനെ ഒതുക്കി വിടാൻ പറ്റും. ഒരുത്തന്റെ ഉള്ളിലുള്ള സാധനത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സംസാരിച്ചെടുക്കുക എന്ന് പറയുന്ന ശകലം പാടുള്ള കാര്യം. ഒരാളെ ഇങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യനും ഒരു റൂമിലേക്കും കയറി ഒന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. വന്ന വഴിക്കാൻ അടിച്ചിറക്കി വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഇതിലേക്ക് ആളിനെ കിട്ടുക, പരമാവധി ഇപ്പം വിശ്വാസമാണ് അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അവസാനം അള്ളാഹു ദൈവമാണെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടല്ല നമ്മൾ വിട്ടത്. അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്നതിനോടായി എനിക്ക് താല്പര്യം ഇല്ല. എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ.
യൂനിസേ മൈക്കെടുക്ക യൂനിസേ. നിങ്ങൾ പേടിപ്പിക്കല്ലേ യൂണിസ് ഒന്ന് കൊണ്ടുവന്നാ. ബിനോയ് ബ്രോ യൂനിസ് ബ്രോ ഫോൺ എടുത്തേ. കൂട്ടുകാരാ അതിലെങ്കിലും വീഴുവോന്ന്. ആരും ഉണ്ടായിരിക്കില്ല. ആരെങ്കിലും എന്തൊക്കെ പറയുന്നേ വാര്യർ ബ്രദറെ. എങ്കിൽ പിന്നെ ഇതൊന്നും അല്ലാത്ത സണ്ണിമായ മുകളിലേക്ക് എടുത്താലോ? ഇതെല്ലാം മിക്സപ്പ് ആക്കി പറയും. ഇപ്പം ഹമീദ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അജീഷ് ബ്രദറെ, കുറച്ചു നേരം നിങ്ങളെ കേൾക്കാൻ പറ്റിയില്ല, എന്താണെന്നറിയില്ല, എന്തോ നെറ്റ് ട്രബിൾ ആയി പോയതാണ്. അതെ 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 അതെ. യൂനിസ് പറയുന്ന മൈക്ക് തരൂ മൈക്ക് എവിടെ? സാറേ റൂം ഒന്ന് ലീവ് ചെയ്തിട്ട് കയറിയോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് തിരിച്ചു കയറി. മ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഇതില് ഒരു വാചകം എഴുതി വിടുന്നത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുമ്പോൾ അതിന് ഈ പച്ചവെള്ളം വിഴുങ്ങുന്ന പോലെ തന്നെ മനസ്സിലാക്കിയിട്ട് തരണമെന്ന് ശാഠ്യം പിടിക്കരുത്. രൂപരഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തത് എന്നുള്ളതാണ് അതിനകത്ത്. അതായത് നമ്മുടെ കാഴ്ചക്ക് ഒതുങ്ങാത്തത്, നമ്മുടെ കണ്ണിന് പ്രാപിക്കാൻ ശക്തിയില്ലാത്തത്, അത്രയ്ക്കും വലുത്. അതായത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒന്നിന് ലോകത്തിന്റെ എത്രയോ തുച്ഛമായ സ്ഥലത്ത് കിടക്കുന്ന ശരീരവും മണ്ണിലുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ശരീരവും മറ്റേ ഈ പറയുന്ന പോലെ ആകാശത്തിലുള്ള മനസ്സും, അത് ഭാവനാത്മകമായിട്ട് ഇങ്ങനെ പറഞ്ഞത് എവിടേക്കാ പോകുന്നത് നമുക്ക് നിശ്ചയില്ലാത്ത മനസ്സുമുള്ള, അതിനെ തന്നെ പരിധിയിൽ നിർത്താൻ കഴിയാത്ത മനുഷ്യന് എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്? അതായത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാത്ത വിധത്തില് അത്തരത്തിൽ ഒരു ദുരന്തം സംഭവിക്കാതെ കാത്ത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന, താൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം ലോകത്ത് നിലനിർത്തുവാൻ വേണ്ടി ആ ദൗത്യം നിർവഹിക്കുന്ന സദാസമയവും കർമ്മനിരതനായിട്ടുള്ള, കർമ്മനിരതം എന്ന് പറയുമ്പോ പുല്ലിംഗം സ്ത്രീലിംഗം കണക്കാക്കരുത്, അത് ഈ ഭാഷയുടെ പരിമിതിയാണ്. ആ ശക്തിയെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? മോശയൊക്കെ ദൈവത്തിനെ കണ്ടിട്ട് എന്താ പറയാ, മിന്നായം പോലെ കണ്ടിട്ട് ബോധം കെട്ട് വീണെന്ന് പറയുന്നുണ്ട് ബൈബിളിലെ. ചിലപ്പോ പറയും നിങ്ങൾ പറയണ പോലെ പ്രമാണം പറയലല്ലേ ഞാൻ യൂനിസേ മോശ കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്നുള്ള തെളിവ്. ഈ ബൈബിളിൽ കയറിയുള്ള പ്രശ്നം അത് ഞങ്ങൾ അപ്പം അവിടെ പിടിക്കും. ബൈബിളിലെ മോശയെക്കുറിച്ചാണ് പറഞ്ഞത്. ബൈബിളിലും അങ്ങനെയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. മോശ ദൈവത്തെ കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്നുള്ള തെളിവൊന്നേ. അതാദ്യം ദൈവത്തിന്റെ പ്രത്യക്ഷത്തില് പേടിച്ച് ഓടി പോയിട്ടുള്ള ഒരാളാണ്.
സാറേ സാറേ എന്റെ എന്നെ ദൈവം വേറെ വർത്താനം ഒന്നും വേണ്ട, ഞാൻ വേറെ ഒരു വർത്താനവും സ്വീകരിക്കില്ല. മോശെ ദൈവത്തെ കണ്ടിട്ട് യൂനിസ് ഞാൻ പറയുന്നത് കേട്ടെ, യൂനിസ് ഇത്ര നേരം പ്രസംഗിച്ച ഞാൻ കേട്ടില്ലേ? യൂനിസ് പറഞ്ഞതിന്റെ തെളിവെന്ന് വെച്ചേ, മോശെ ദൈവത്തെ കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ തെളിവെന്ന് പറഞ്ഞേ സാറേ. എന്റെ കയ്യില് നിലവിലും ബൈബിളില്ല. നിങ്ങളുടെ പണി ഇതാണ്. എന്റെ പണി അപ്പൊ ബൈബിളിൽ ഇല്ലാത്തത് പറഞ്ഞെന്ന് സമ്മതിച്ചോ? അപ്പൊ ബൈബിൾ അല്ല, ബൈബിൾ ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാമല്ലോ. ബൈബിളിൽ ഡൗൺലോഡ് യൂനിസ് കഴിഞ്ഞ ദിവസം വന്നപ്പോഴല്ലേ ബൈബിള് നമ്മൾ ഡൗൺലോഡ് ചെയ്യിച്ചത്. ആ കള്ളം പറയല്ലേ. എന്താണ് അച്ചങ്ങൻ റൂമിൽ വന്നപ്പോ ഡൗൺലോഡ് ചെയ്യാൻ ഞാനല്ലേ പറഞ്ഞത്? യൂനിസ് വന്നിട്ട് ബൈബിളിൽ നിന്ന് വായിച്ചായിരുന്നോ? ഇപ്പൊ എന്തിനാ ഈ കള്ളം പറയുന്നേ? അപ്പൊ ശരി, ആ ബൈബിൾ അങ്ങ് ഡൗൺലോഡ് ചെയ്തോ. ബൈബിൾ ഡൗൺലോഡ് ചെയ്യാൻ ആകെ 2, 3, 4 MB കാര്യമല്ലേ ഉള്ളൂ. ആ വേഗം ഡൗൺലോഡ് ചെയ്യും. ഞാൻ എവിടെയാണ്? താങ്കളല്ലേ പറഞ്ഞേ ബൈബിളിലെ മോശെ ദൈവത്തെ. രണ്ടുപേരോട് സംസാരിച്ച ഒന്നും കേൾക്കില്ലാന്നേ. രണ്ടുപേരോട് സംസാരിച്ച ഞാൻ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ ശബ്ദം എടുക്കേണ്ടി വരും. എനിക്ക് രാത്രി കിടന്ന് ബഹളം വെക്കാൻ വയ്യ. ബൈബിളിലെ മോശെ ഈ പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ ദൈവത്തെ കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്ന് ബൈബിളിലുണ്ട്. അതിന് തെളിവ് തന്നോളൂ. ഞങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ്. അല്ല, രണ്ടാമത് പറഞ്ഞ കേട്ടില്ലേ? രണ്ടാമത് പറഞ്ഞ മോശ ഓടിപ്പോയെന്ന് കൂടി പറഞ്ഞു. 2 കാര്യങ്ങളാ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു, പിന്നെ മോശ ദൈവത്തെ കണ്ടപ്പോ ഓടിക്കളഞ്ഞെന്ന്. ഇവിടെ വളരെ മുമ്പാണ് ദൈവത്തെ കണ്ടിട്ട് ഓടിപ്പോയ മോശ. അതിനും തെളിവ് വെച്ച് അതിന് ബൈബിളിന്റെ കയ്യിൽ ഞാൻ തെളിവ് വെച്ചു. അപ്പൊ ഇല്ലാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? താങ്കൾ പറഞ്ഞത് മൂസയുടെ കാര്യമാണ്. അതായത് നാട്ടുകാര് വൃഷ്ണവീക്കം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോൾ തുണിയില്ലാണ്ട് തുണി എടുത്തോണ്ട് ഓടിയിട്ട്, തുണിയില്ലാണ്ട് നാട്ടുകാരുടെ മുന്നിൽ കൂടെ ഓടിയിട്ട് ഇവന് മറ്റേ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്ന നാട്ടുകാരുടെ മുന്നിൽ കൂടെ ഓടിച്ചിട്ട് മൂസയ്ക്ക് വൃഷ്ണവീക്കം ഇല്ലാന്ന് തെളിയിച്ച അള്ളാഹുവിന്റെ അടിമയായിട്ടുള്ള മൂസയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഏതിന്റെ കാര്യമല്ല സാറേ. സോറി, മോശയുടെ കാര്യമല്ല സാറേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വെക്കണം. തെളിവില്ലാതെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ബൈബിളിൽ അങ്ങനെ ഇല്ല. ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ പറയണ്ട. ഈ തെളിവില്ലാത്ത സാധനം അടിസ്ഥാനരഹിതമാണ്. അതിവിടെ അംഗീകരിക്കാൻ കഴിയില്ല. ബൈബിളിൽ അങ്ങനെ ഇല്ലെന്നേ. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിച്ചിട്ട് ഇവിടുന്ന് വിടൂ. യൂനിസ് ഇറങ്ങി ഓടത്തേ ഉള്ളൂ. ബൈബിളിനകത്തുള്ള കാര്യങ്ങളല്ല, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സമ്മതിച്ചോ? നമ്മളിവിടെ ബൈബിളിൽ ഉള്ളത് മാത്രമേ നമ്മളിവിടെ എടുക്കാറുള്ളൂ. വേറെ ഒന്നും നമ്മളിവിടെ എടുക്കാറില്ല. നമ്മള് ബൈബിളിലുള്ളത് മാത്രമേ ഇവിടെ. ബൈബിൾ സംബന്ധിച്ചുള്ള കാര്യം ഇനിയിപ്പോ ബഹളം വെക്കരുത്. ഇനിയിപ്പോ മുഹമ്മദീയ സംസ്കാരം കാണിക്കരുത്. അടങ്ങ്. അല്ല, ഞങ്ങളുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് തക്കിയെ പറഞ്ഞിട്ട് ഇല്ലാത്തത് ഉണ്ടാക്കി പറയേണ്ട പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായി? ഇനി അവിടെ നിന്നില്ല. ഇനി അവിടെ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചു പൊളിഞ്ഞു. ഇനി അവിടെ നിന്നില്ല. യൂനിസേ ഇനി ഇസ്ലാമിന്റെ മൂസയെ കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞു. സാറേ, ഇസ്ലാമിലെ മൂസയെ കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞു. ഇനിയും താങ്കൾ ബൈബിളിലെ മോശയെ കുറിച്ച് പറഞ്ഞു, തേഞ്ഞു. ഇസ്ലാമിന്റെ മൂസയെ കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞു. ഇസ്ലാമില് മൂസയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാരണം അവസാന പ്രവാചകൻ വന്നപ്പോൾ അവര് മുൻ പ്രവാചകരായി മാറിക്കഴിഞ്ഞു. ഞാൻ അവസാന പ്രവാചകനെ ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഇസ്ലാമിലെ മൂസയെ കുറിച്ചല്ലേ. ഞാൻ അവസാന പ്രവാചകനെ കുറിച്ച്, മൂസ മുൻ പ്രവാചകനാണോ പിൻപ്രവാചകനാണോ പകുതിക്കുള്ള പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ മുഹമ്മദിനെ പോലെ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. മുഹമ്മദ് നബി വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് മൂസ മുൻ പ്രവാചകനാണ്, പ്രധാന പ്രവാചകനല്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ഇവിടെ മൂസ മുൻ പ്രവാചകൻ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാന പ്രവാചകനാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സാറേ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കൾ ആ ഇസ്ലാമിലെ മൂസയെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നേ. പറയേണ്ട കാര്യമില്ല. കാരണം
മുഹമ്മദ് നബി വന്നതിന് ശേഷം മുഹമ്മദ് നബിയേക്കാൾ കുറച്ച് പ്രാധാന്യം തന്നെയും മൂസയ്ക്കുള്ളൂ. മൂസ മുൻ പ്രവാചകനായി. എന്താ അത്? അങ്ങനെയാണോ കിതാബ് പറയുന്നത്? ഖുർആൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഖുർആൻ ഞാൻ അവരെ പോലെ തന്നെ ഒരു താക്കീതുകാരനാകുന്നു എന്നാണല്ലോ ഈ ഖുറാനിൽ പറഞ്ഞേക്കുന്നത്. താങ്കൾ പറയുന്നു മുൻപുള്ള പ്രവാചകന്മാർക്ക് ഒരു ഡീഗ്രഡേഷനും പിന്നെ വന്ന മുഹമ്മദിനൊരു അപ്ഗ്രഡേഷനുമായിട്ടാണല്ലോ താങ്കൾ പറയുന്നത്. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഖുറാന്റെ ആയത്ത് താങ്കൾ ഖുറാൻ കയ്യിലുണ്ടാവുമല്ലോ. ഖുറാനിലെ ആയത്ത് യൂനസ് ഞാൻ ആണ് ഖുറാനിലെ ആയത്തുകൾ വെച്ചുകൊണ്ട് അത് ഈ മൂസയൊക്കെ മുൻ പ്രവാചകന്മാരായി, അതുകൊണ്ട് മൂസയുടെ ഒന്നും കാര്യങ്ങളോ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ആയത്തിങ് മുന്നോട്ട് വെച്ചോളൂ. നമ്മള് മൂസയെ കുറിച്ച് പറയുന്നത് ആരെ ബേസ് ചെയ്യും? മുഹമ്മദ് നബിയെ ബേസ് ചെയ്യും. അല്ലാതെ ഞാൻ നേരിട്ട് മൂസയെ കുറിച്ച് പറയില്ല, എനിക്ക് അധികാരമില്ല. മുഹമ്മദ് നബി പറഞ്ഞതിനനുസരിച്ചുള്ള മൂസയെ കുറിച്ചാണ് നമ്മൾ പറയാം. മനസ്സിലായോ? പിന്നെ ഞാനിങ്ങനെ നിങ്ങളുടെ പോലെ ഒന്ന് രണ്ട് സാറേ, ആ മുഹമ്മദ് നബി പറഞ്ഞ മൂസയെ കുറിച്ച് പറയാൻ തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ താങ്കൾ പറയുന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ വ്യവസായ രീതിക്കാരനല്ല, മനസ്സിലായോ? അതെ, തീർച്ചയായും ആകണം. ഇവിടെ വന്നിട്ട് ബൈബിളിലെ കാര്യത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യവസായ രീതിക്കാരൻ തന്നെ ആവണം. അതെ അതെ, ഞങ്ങളുടെ പുസ്തകത്തിൽ കയറി ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ തന്റെ കിതാബിൽ മറുപടി പറയണം. താനിപ്പോ ഇവിടെ മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റ് മുഹമ്മദ് പറഞ്ഞ മൂസയെ കുറിച്ച് ഞങ്ങൾക്കറിയും. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് പറഞ്ഞ മൂസയെ കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. മുഹമ്മദ് വന്നപ്പോ പറഞ്ഞ ആ മൂസയെ കുറിച്ച് താങ്കളൊന്ന് പറഞ്ഞേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പറയൂ, എന്തിനാണ് ഭയപ്പെടുന്നേ? ഞാൻ എഴുതി വിട്ട കമന്റ് നിങ്ങള് ചോദിച്ച് വിഷയമായിട്ട് ബന്ധപ്പെട്ട കമന്റിന്റെ ഞാൻ എഴുതി വിട്ട കമന്റിന്റെ സാറേ, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട, എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട. എഴുതി വിട്ട ചോദ്യം അജീഷ് ബദർ ചോദിച്ചപ്പോ താങ്കൾ അതിന് മറുപടി പറഞ്ഞില്ല. അജീഷ് ബദർ ചോദിച്ചായിരുന്നു എഴുതി വിട്ട കമന്റ്. അല്ല, താങ്കൾ ഉലകപരിയ കള്ളനായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമയാണ്. ഉലകപരിയ കള്ളനായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമയാണ് താങ്കൾ, അത് ഉറപ്പാണ്. താങ്കൾ അള്ളാഹുവിന്റെ അബ്ദുള്ളാണ്. പക്ഷെ താങ്കൾ കാര്യം പറ. നിങ്ങളുടെ അടിമയാവുന്ന കാര്യം എനിക്കില്ല, മനസ്സിലായോ? ഞാൻ ഒരാളുടെ അടിമയാണ്, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. അടിമയല്ല യൂനിസെ, ആർക്കും ആരുടെ അടിമയല്ല. പോട്ടെ, അതൊക്കെ ഇവിടെ ദൈവത്തിന് മാത്രം അടിമയായിട്ടിരുന്ന ഒരു കുഴപ്പം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറയാം. ഇസ്ലാമില് പല ക്രിസ്ത്യാനികളുടെ യേശുവിന് ചിലതിന് രൂപമുണ്ട്, ചിലതിന് രൂപമില്ല, ചിലർക്ക് മാതാവ് കയറിയാലും. ഇതെന്ത് വ്യവസ്ഥയില്ലായ്മ അത്? മനുഷ്യന്റെ രൂപമുള്ള ഒന്നിനെ എങ്ങനെ ദൈവമായിട്ട് കണക്കാക്കാൻ പറ്റുക? ഇവിടെ രൂപമില്ലാന്ന് കഴിഞ്ഞോ? ഇനി ഞാൻ സംസാരിച്ചോട്ടെ? ബിനോയ് മൈക്ക് മ്യൂട്ടി. ശരി, ഇത്ര പറയാം. അപ്പം ബിനോയുടെ ആരോപണം വെച്ചാൽ ചിലയിടത്ത് രൂപമുണ്ട്, ചിലയിടത്ത് രൂപമില്ല, അതുകൊണ്ട് ഇത് ദൈവമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാര് നല്ല വാളും പരിചയെടുത്തിട്ട് സ്വയം വയറ് കുത്തിക്കീറിട്ട് അല്ലാഹു അക്ബർ ിരിക്കുകയാണ്. വിളക്കെടുത്തിട്ട് നെഞ്ചത്ത് കുത്തുന്നു, കൈയും കാലും മുറിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ റാത്തീബ് പരിപാടി. ബാക്കിയുള്ളവർ പറയുന്നു അതെല്ലാം തെറ്റാണെന്ന് പറയുന്നത്. ഇത് എന്നാ ദൈവമാണ്? കാരണം കുറച്ച് ആൾക്കാർക്ക് സ്വയം ശരീരം വെട്ടിമുറിക്കാനും കുഞ്ഞുങ്ങളുടെ മേത്ത് കീറാനും തലയുടെ നെടുഭാഗത്ത് വാള് വെച്ച് വെട്ടിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിക്കാനും ഈ കോഴിക്കോട് സൈഡിൽ തന്നെ നടക്കുന്നുണ്ട്. റാത്തീവ് എന്ന് പറയുന്ന സാധനം വലിച്ച് കീറി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോ ഒരാൾക്കാർ അത് ചെയ്തപ്പോഴത്തേനും പറഞ്ഞു അള്ളാഹു അക്ബർ ദൈവം പ്രസാദിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറൊരു ടീം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു സൂഫികൾ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ ആനന്ദലഹരിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. കുറെ എണ്ണമാണെന്നുണ്ടെങ്കിൽ ഖബർ ആരാധന തന്നെ, ഖബർ സിയാറത്ത്, ചത്തുപോയമാരെ എല്ലാം പുണ്യാളന്മാരാക്കിക്കൊണ്ടുള്ള പരിപാടി നടത്തിക്കൊണ്ട് കുറെ ആൾക്കാർ പറയുന്നത് അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇപ്പൊ ഈ ചത്തുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ബാക്കിയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു കുഴപ്പവും ഇല്ല. കാരണം അത് അന്നേരം ഇപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല രീതി, അതെങ്ങനെ ശരി? അതൊരു ദൈവത്തിന്റെ പരിപാടി അല്ലല്ലോ. കാരണം അത് വെറുതെ ഒരു ദൈവത്തിന്റെ ഇടപാടല്ല. സ്വന്തം ശരീരം കുത്തിക്കേറിക്കൊണ്ട് പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവം
അതേ കണക്കനൊക്കെ ചത്തുപോയ മനുഷ്യരെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര്. കാരണം മുഹമ്മദ് ചത്തുപോയി, മുഹമ്മദിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന കുറെ ടീമുകള്. അതേ കണക്കന് ആദത്തിന്റെ കുടീരമാണെന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഇരിക്കുന്നു. അങ്ങനെ ഓരോ എണ്ണത്തിനെയും പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഖബർ സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ എണ്ണം. ഇത് രണ്ടും തെറ്റാണെന്നും പറഞ്ഞിട്ട് മീശ പിടിച്ച് താടി മാത്രം വളർത്തിക്കൊണ്ട് കുറെ എണ്ണം വന്നിട്ട് പറയാണ് ഖബറ് പൊക്കി പണിയാൻ പാടില്ല, ഖബറ് പൊക്കി പണിതാ പണി വാളും എന്നും പറഞ്ഞുകൊണ്ട് വേറെ കുറെ എണ്ണം. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വെറും വൃത്തികെട്ട പ്രവൃത്തിയാണ്. പിന്നെ ബിനോയ് പറഞ്ഞു ദൈവത്തിനെ കാണുന്നതിനെ പറ്റിയുള്ള കാര്യം പറഞ്ഞു. അതാണല്ലോ പുള്ളി നിങ്ങൾ തുടങ്ങി വെച്ചത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയണം. മിഹ്റാജ് യാത്രയില് മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടായിരുന്നോ ഇല്ലയോ? എന്റെ ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? വേറെ ക്ലിയർ ആയിട്ട് കേട്ടു. മിഹ്റാജ് യാത്രയില് മറ്റേ ഈ ഇതിന്റെ മോളിൽ കയറി പോയില്ല, ബുറാക്കിന്റെ മോളിൽ കയറി പോയപ്പോഴത്തേനും മോളിൽ കയറി പോയപ്പോഴത്തേനും അള്ളാഹു മുഹമ്മദുമായിട്ട് നേരിട്ട് കണ്ടായിരുന്നു ബിനോയ്? ബിനോയ്ക്ക് മൈക്ക് കാണുന്നില്ലെന്ന് തോന്നുന്നു. വയറ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും പുള്ളിക്ക്. ഇത്രയും നേരം സംസാരിച്ചല്ലേ യൂനിസേ? റൂമിൽ നിന്ന് പോയല്ലോ. ഞായി കഴിഞ്ഞു, വിഷയം തീർന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? പോയി ആള് പോയി. ചോദ്യത്തിന് മറുപടി ഇല്ല, പക്ഷെ ആള് ഓടും. ഇത് അന്യായ ഓട്ടമുണ്ട്. ഇവനൊക്കെ പാടം നേരത്തെ പിടിച്ചിട്ടിട്ടാണ് വരുന്നത്, ഓടാനുള്ള പാടം. ഇത് ഇവൻ ഏത് കോളേജിന്റെ ഗ്രൗണ്ടിലായി പോകുന്നതെന്ന് പറഞ്ഞു? ഒളിമ്പിക്സിന്റെ ആൾക്കാരാണ്. മിഹ്റാജ് യാത്ര പുള്ളി വന്നിട്ട് എന്താ പറഞ്ഞ അള്ളാഹുവിനെ കാണാൻ പറ്റത്തില്ല, അതാണ് ഇതാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അങ്ങനെയാണ് മിഹ്റാജ് യാത്രയിൽ മുഹമ്മദ് എന്ന് പറയുന്നവൻ അള്ളാഹുവിനെ കണ്ടുവെന്ന് ചോദിച്ചപ്പോ പിന്നെ മിണ്ടാട്ടമില്ല, ഓടി. ചാക്കോ പാഷ അതിനെപ്പറ്റി എന്താണ് ചാക്കോ പാഷ അഭിപ്രായം? ചാക്കോ പാഷ എന്റെ അഭിപ്രായമല്ല, അതിനകത്തൊരു യാത്രയിലെ മുഹമ്മദിനെ മുഹമ്മദിനെ ചേർത്ത് ചെറിയൊരു വോയിസ് പ്രശ്നം എനിക്ക് മാത്രമായിട്ടാണോ അതോ ബാക്കി? മൈക്ക് ഒരല്പം അകത്തി പിടിച്ചാൽ മതി ചാക്കോ പാസ്റ്റർ. ഹെഡ്സെറ്റ് ആണെങ്കിൽ ഒന്ന് ഊരി കുത്തുന്നു. ക്ലിയർ അല്ല, പഴയ പ്രശ്നം. ഇപ്പൊ ശരിയാണോ? ഇപ്പൊ അടിപൊളി. അതായത് ഒരു രേഖയില് യാത്രയിൽ അങ്ങ് ചെല്ലാറായ സമയത്ത് ജബ്രീൽ ഇദ്ദേഹത്തെ അനുഗമിക്കുന്നു. കുറെ കഴിഞ്ഞ് ജബ്രീൽ പറയുന്നു എനിക്ക് ഇനി അങ്ങോട്ട് വരാൻ കഴിയത്തില്ല, താങ്കൾ പൊയ്ക്കോ എന്ന് പറയുന്നത് ഒരു രേഖയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ അഭിപ്രായമല്ല. അപ്പൊ അവിടെ വെച്ച് ജബ്രീൽ അങ്ങോട്ട് പോകാനായിട്ട് ഭയന്ന് തിരിച്ചു പോവുക. അപ്പൊ അവിടെ മുഹമ്മദ് ധൈര്യവാനായിട്ട് ചെല്ലുന്നു. അപ്പൊ പേരുകളുടെ ശബ്ദം കേൾക്കുന്നു, അള്ളാഹു വിളിക്കുന്നു, മുഹമ്മദ് എന്നോട് അടുക്കുക. അങ്ങനെ മുഹമ്മദിനെ അള്ളാഹു ആശ്ലേഷിച്ചു എന്ന് പറയുന്നതായ ഒരു രേഖയുണ്ട്. എന്നാൽ ഭൂരിപക്ഷ ആളുകളും പറയുന്നത് അത് പിന്നെ അള്ളാഹെ കാണാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നതായ സംഗതികളുമുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ കിതാബുകൾ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്. ഏതായാലും ഒരു കാര്യം പിന്നെ നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം. അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അതീതമായ ഒരു കേന്ദ്രത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുറാനിൽ ഇല്ലാത്തടത്തോളം കാലം അത് അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നുവെങ്കിൽ അത് ഭൂമിയിൽ എവിടെയോ വെച്ച് അള്ളാഹു മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്. അതൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു ശക്തിയാണെന്ന് മാത്രമാണ് എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ വേദപുസ്തകത്തിൽ
ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ഭൂമണ്ഡലത്തിന് മീതെ വസിക്കുന്ന എസ്എം 40-20 ഭൂമണ്ഡലത്തിനകത്തല്ല, ഭൂമണ്ഡലത്തിന് മീതെ. ആ മണ്ഡലത്തിന് മീതെ എന്നുള്ള സ്വർഗമാണെന്ന് തിരുവനന്തപുരത്ത് പുസ്തകത്തിൽ പറഞ്ഞു. അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തി എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിലെങ്ങും അല്ലത്, അത് ഭൂമിക്ക് അതീതമായ മറ്റൊരു കേന്ദ്രമാണെന്ന് കൃത്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു കേന്ദ്രം അള്ളാഹു ഉള്ളതായിട്ട് ഖുർആനിൽ എങ്ങും തന്നെ രേഖയില്ല, സഹീഹ ഹദീസുകളും രേഖയില്ല. പിന്നുള്ളതെല്ലാം ഭൂമിയിലാണ്, ഭൂമി കസരയിട്ടിരിക്കുന്നത്, ഭൂമിയിൽ വെള്ളത്തിന് മുകളിലിരിക്കുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മക്കയിൽ കിടന്നുകൊണ്ട് പുള്ളി കണ്ടതായ ഈ കാഴ്ച മുഹമ്മദിന്റെ വൃദ്ധമായ വിഷയാസക്തി മുറ്റുനിന്ന ചൂടുള്ള വികാരത്താൽ ജീവിച്ച മനുഷ്യന്റെ മനസ്സിൽ വന്നതായ ഒരു ചിന്താധാരയിൽ നിന്ന് ഉടലെടുത്ത ഒരു കഥയാണ്. ആ കഥയിൽ അദ്ദേഹം കണ്ടു എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ ഭൂമിയിൽ എവിടെയോ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാകാനാണ് സാധ്യത. അല്ല ഭൂമിക്ക് അതീതമായ ഒരു സ്ഥലത്ത് ഈ അള്ളാഹു ഇരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു ആയത്ത് ഖുർആനിലെങ്കിലും തന്നെ ഇല്ല. അതാണ് അതിനെക്കുറിച്ചുള്ള പരിശോധനയിലും നിരീക്ഷണത്തിലാക്കാൻ കഴിയും. ഭൂമിയിലാണെന്നുള്ള കാര്യം തെളിയിക്കാം. ഭൂമിക്ക് അതീതമായ ഒരു സ്ഥലത്ത് അള്ളാഹു ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു തെളിവ് ഇസ്ലാമിക പണ്ഡിത ലോകത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ഭൂമി ഉൾപ്പെട്ടതായ പ്രപഞ്ചത്തിലാണ് ഈ അള്ളാഹുവിന്റെ സ്ഥാനമെന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാം.